മഹാഗുരുശരണം. ഇന്ന് 2025 ഏപ്രിൽ 17 വ്യാഴാഴ്ച. തൃക്കേട്ട നക്ഷത്രം. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ഇന്ന് തൃക്കേട്ട നക്ഷത്രം. അതിൽ ജനിച്ച എല്ലാവർക്കും, അവർ ഏത് ദേശത്താകട്ടെ, ഏത് പ്രായമാകട്ടെ, അവരുടെ എല്ലാ നവഗ്രഹങ്ങളും പഞ്ചഭൂതങ്ങളും 28 നക്ഷത്രങ്ങളും 27+1 അഭിജിത്ത് 28 നക്ഷത്രങ്ങളും എല്ലാം അവർക്ക് അനുകൂലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്യുന്നു. ഇന്നിപ്പോൾ രണ്ടാമതാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ആദ്യം ചെയ്തത് അത് പെട്ടെന്ന് പോയി. അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ കുടുംബ സർപ്പക്കാവിൽ ഞങ്ങൾക്ക് സ്ഥലം ഒരു 7 തലമുറയ്ക്ക് മുമ്പ് കിട്ടിയതാണ്. അപ്പോൾ അവിടെ ഒരു നാഗം ഉണ്ടായിരുന്നു. ചില നാഗങ്ങൾ അവിടെ നിന്ന് ആമയിലേക്ക് ആവഹിച്ചുകൊണ്ട് പോയി. ഒന്നോ രണ്ടോ എണ്ണം ആവാഹിക്കാൻ പറ്റില്ല. അതിൽ ഒരു എനർജി അവിടെയുണ്ട്, ഒരു നാഗമുണ്ട്, വേറെ ഒന്നുകൂടി ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ പ്രതിഷ്ഠ അതിനായിരുന്നു. അപ്പോൾ വൈഫാണ് പോയി വന്നത്. അപ്പോൾ അവിടുത്തെ പ്രതിഷ്ഠ അത് അഭിഷേകം ചെയ്ത എണ്ണയൊക്കെ തേച്ച് കുളിച്ച് ഉപാസനയൊക്കെ കഴിഞ്ഞാണ് ഇന്നത്തെ വോയിസ് ഇടുന്നത്, ഇന്നത്തെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കാർമ്മിക ബന്ധനത്തിലാണ് അല്ലേ? അത് എത്ര പേർക്ക് അറിയാം എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ആ ബന്ധനത്തിൽ എല്ലാവരും വ്യക്തിപരമായിട്ട് ഓരോരുത്തരുണ്ട്. പക്ഷേ നമുക്ക് കുടുംബത്തിൻ്റെ കാര്യത്തില, കുട്ടികളുടെ കാര്യത്തില ഒരു പരിധിയുണ്ട്. ഇപ്പം എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ഭൂരിപക്ഷം പേരും വേറൊരാൾക്ക് വേണ്ടിയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. കുട്ടികൾക്ക് വേണ്ടി, അല്ലെ പ്രായമായ മാതാപിതാക്കൾക്ക് വേണ്ടി, അതൊക്കെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ അവരവർ വിചാരിച്ചാലേ കാർമ്മികം കുറയാൻ പറ്റുള്ളൂ. ഇപ്പം ചില പരിചയത്തിൻ്റെ പുറത്തൊക്കെ ഞാൻ പ്രതിവിധികളൊക്കെ പറയാറുണ്ട്. എന്നിട്ട് പിന്നെ അവരുടെ ഒന്നുകൂടി ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ ഞാൻ പറയും, നമ്മൾ സംസാരിച്ചതിന് ശേഷമുള്ള ഒരു ഫോട്ടോ അയച്ചു തരാൻ പറയും. അത് ചിലപ്പോൾ പ്രായമായ മാതാപിതാക്കളുടെ ആകാം, അല്ലെങ്കിൽ കുട്ടികളുടെ ആകാം. അപ്പോഴാണ് പറയണത് അവർക്ക് ഇതിലൊന്നും താല്പര്യമില്ല, വിശ്വാസമില്ല, പിന്നെ എന്തിനു കോണ്ടാക്ട് ചെയ്യുന്നു? കാര്യം വിശപ്പുള്ളവൻ ആഹാരം കഴിച്ചാലേ അവൻ്റെ വിശപ്പ് മാറുള്ളൂ. വേറെയുള്ളവർ അവർക്ക് സങ്കല്പിച്ചിട്ട് കഴിച്ചാൽ മാറുകയില്ല. അല്ലെങ്കിൽ അതിന് വിധികളുണ്ട്, ആ വിധികളൊക്കെ ചെയ്യാം. പക്ഷെ അതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നുവെച്ചാൽ അത് വെറുതെ നമ്മുടെ എനർജി ഇത് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാൻ അത് ഉപയോഗിച്ചിരുന്നു, അത് ചെയ്യാൻ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോൾ അതെല്ലാം നിർത്തി. ഓരോരുത്തരുടെ അവരവരുടെ വഴിയിൽ കൂടി പോവുക, ഇന്ന വഴിയിൽ നിന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുക, അതിനപ്പുറം വേണ്ട എന്നുള്ള സൂചനകൾ കിട്ടിയതുകൊണ്ട് ഇത് ചെയ്തു. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരുടെ കാര്യമാണെങ്കിലും, ഇപ്പോൾ ഈ വീഡിയോകൾ ഉണ്ട്, കുറേ കാര്യങ്ങൾ എനിക്കറിയാവുന്ന ഞാൻ പ്രത്യക്ഷത്തിൽ പറയുന്നുണ്ട്, അത് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അത് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ജീവിതത്തിലെ കാര്യങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഗൈഡൻസ് അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടോ, നല്ല മനസ്സുണ്ടോ കേൾക്കാൻ പറയുക. മനസ്സെന്ന് പറയുന്നത് കാർമ്മികത്തിന് അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ മനസ്സിൽ ചിന്തകളും പ്രവൃത്തികളും വരുന്നത്. അപ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്ക് തോന്നും, ഓ അത് ചെയ്യേണ്ടിയിരുന്നില്ല, അല്ലെ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, അങ്ങനെ വിചാരിക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അപ്പോൾ കഴിഞ്ഞു പോകും. എവരി ആക്ഷൻ ദെയർ ഈസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് മനസ്സുകൊണ്ടാകട്ടെ, വാക്കുകൊണ്ടാകട്ടെ, പ്രവൃത്തി കൊണ്ടാകട്ടെ, അത് തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലനങ്ങളുണ്ടാകും. അതാണ് കാർമ്മിക്. അത് പ്രാരബ്ധവും സഞ്ചിതവും പിന്നെ ആഗമികവുമായിട്ട് വരുന്നു. അതാണ് കാര്യം. ഇന്ന് കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ട് കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്താണെങ്കിൽ കുട്ടികളെ പരിചയപ്പെടും. കുട്ടികൾ ആരാകട്ടെ ഇത് ചെയ്യാൻ പറയും. ഇപ്പോൾ പ്രായമുള്ളവരാണ്, നമ്മൾ രക്ഷകർത്താക്കൾ നാട്ടിലാണ്. ഇപ്പം ചിലരുടെ കാര്യത്തിൽ വിളിക്കുമ്പോൾ ഞാൻ പോകാമെന്നൊക്കെ പറയും, പിന്നെ നോക്കുമ്പോൾ പോകണ്ടെന്ന് കാണുന്നു. കാര്യം പല കാര്യത്തിലും നമ്മൾ പോയി കഴിയുമ്പോൾ അവിടെ വിരുന്നുകാരെങ്കിലും കാണും. മനസ്സിലായി? നമ്മൾ പോയ കാര്യം നടക്കുകയില്ല. അവിടെ അപ്പോൾ അവർ ചോദിക്കും, ഇതാരാണ്? വാസ്തു കൺസൾട്ടൻ്റ് ആണോ? കൈ നോക്കുന്ന ആളാണോ? ജാതകം നോക്കുന്ന ആളാണോ? നമ്മളൊന്നുമല്ല, ഞാനൊരു സാധാരണ മനുഷ്യൻ. വെറുതെ അവിടെ ചെന്നു, വല്ലതും കാണാൻ പറ്റുമോ കേൾക്കാൻ പറ്റുമോ എന്ന് അവിടെ ചെന്നു, അല്ലാണ്ട് ഒരു അവകാശവാദങ്ങളും അല്ല. കാര്യം ഇത് ഞാനൊരു കണ്ണാടിയാണ്. ഇപ്പോൾ പലരും പലതും പറയാറുണ്ട്, ചില സ്റ്റാറ്റസൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ എന്നിലൂടെ പോകുന്നത് അവരവരുടെ എനർജി കാണാനുള്ള ഒരു മാധ്യമം മാത്രമാണ് ഞാൻ, അല്ലാണ്ട് എൻ്റെ വലിയ സംഭവമൊന്നുമല്ല. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. സാധാരണ ഗുരു പറഞ്ഞ ഉപാസനകളും ദിനചര്യകളും സാത്വികമായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. മനസ്സാ വാച കർമ്മണ അതനുസരിച്ച് പോകുന്ന ആളാണ്, അല്ലാണ്ട് വേറെയൊന്നുമല്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക്, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് എവർക്കും ദീർഘായുസ്, പൂർണ്ണാരോഗ്യം, സത്സന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവ്വമനോകാമനാഭീഷ്ടം നടക്കാനും, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല മാർക്ക് വാങ്ങി ഉന്നത വിജയം നേടി അവർ ആഗ്രഹിക്കുന്ന സർവീസിലോ പ്രൊഫഷനിലോ ജോലിയിലോ അവർ ജോയിൻ ചെയ്യുവാനും, അതോടെ അവർക്ക് ഉത്തമരായ സംസ്കാര സമ്പന്നം, അതാത് കുലാചാരമനുസരിച്ചുള്ള ജീവിത പങ്കാളി ലഭിക്കാനും, ഓരോരുത്തരും ചെയ്യുന്ന വ്യാപാരം ഉദ്യോഗത്തിലൊക്കെ ഉത്തരോത്തരം വരുമാന വർധനം ഉണ്ടാകാനും, പിന്നെ എല്ലാവർക്കും, അത് വീട്ടിലാകട്ടെ, ജോലി സ്ഥലത്താകട്ടെ, പഠിക്കുന്ന സ്ഥലത്താകട്ടെ, പഠനാവശ്യത്തിന് താമസിക്കുന്ന സ്ഥലത്താകട്ടെ,
പഠനാവശ്യത്തിന് ചെയ്യുന്ന യാത്രകളാകട്ടെ, വ്യക്തികൾ ഉദ്യോഗ സംബന്ധമായി ചെയ്യുന്ന യാത്രകളാകട്ടെ, അല്ലെങ്കിൽ കുടുംബസമേതമോ വ്യക്തിപരമോ ഒഫീഷ്യലോ ആയി ചെയ്യുന്ന വിനോദയാത്രകൾ, തീർത്ഥയാത്രകളാകട്ടെ, അതിനെല്ലാം പ്രൊട്ടക്ഷൻ ലഭിക്കാനും എല്ലാവരുടെയും കുലദേവത, ഗ്രാമദേവത, ഇഷ്ടദേവത, ഗുരുപരമ്പരകൾ, ശിഷ്യാപിതൃക്കന്മാരുടെ അനുഗ്രഹത്താൽ എല്ലാവരുടെയും ജീവിതത്തിൽ സദാ സർവദാ സർവത്ര എപ്പോഴും ദൈവികമായ കാര്യങ്ങൾ നടക്കാനും അത് നൂറുമേനി വിളവോടുകൂടി എല്ലാ അനുഭവങ്ങളും ഉണ്ടാകുവാനും നല്ലത് മാത്രം ഉണ്ടാകുവാനും നല്ലത് മാത്രം ചിന്തിക്കുവാനും നല്ലത് മാത്രം പ്രവർത്തിക്കുവാനും എൻ്റെ ഗുരുപരമ്പരകളോട് ഉപാസനാമൂർത്തികളോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സങ്കല്പം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. കുറേ പറയാനുണ്ട്, പക്ഷേ ഇന്ന് 1-2 എനിക്ക് പെട്ടെന്ന് പോകാനുണ്ട്. അതുകൊണ്ട് പിന്നെ ഉച്ച കഴിഞ്ഞ് പറ്റിയെങ്കിൽ വീഡിയോ ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ.